റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത പ്രതീക്ഷയും ആശങ്കയും ഉണർത്തിയിരിക്കുകയാണ്. ഇരു നേതാക്കളും ചർച്ചകൾക്ക് തുറന്ന മനസ്സ് പ്രകടിപ്പിച്ചിട്ടും സ്ഥിതിഗതികൾ യുക്രൈന് അനുകൂലമായി വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കിഴക്കൻ യുക്രൈനിൽ റഷ്യൻ സൈന്യം മുന്നേറുകയും പ്രദേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിനാൽ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യുക്രൈന്റെ സൈനികരുടെയും സാധാരണക്കാരുടെയും ദുരവസ്ഥ ദിവസം തോറും കൂടുതൽ ഗൗരവമായി കൊണ്ടിരിക്കുകയാണ്. ആശങ്കകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും യുക്രൈന്റെ ജീവനക്കാരുടെ അഭാവമാണ്. പാശ്ചാത്യ സൈനിക സഹായം തുടരുന്നുണ്ടെങ്കിലും യുക്രൈന്റെ ജീവനക്കാരുടെ കുറവ് ഒരു പ്രധാന പ്രശ്നമാണ്. കിഴക്കൻ യുക്രൈനിൽ റഷ്യൻ സൈന്യം നിലയുറപ്പിക്കുന്നതിനാൽ ഇത് യുക്രൈന്റെ പ്രതിരോധത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ അനിശ്ചിതത്വത്തിലാണ്. ചില രാജ്യങ്ങൾ കൂടുതൽ സഹായം നൽകുകയും അതേസമയം മറ്റുള്ളവർ കുറച്ച് സഹായം മാത്രമേ നൽകുന്നുള്ളൂ. റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു കരാറും റഷ്യ തന്നെ ലംഘിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സെന്റർ ഫോർ യൂറോപ്യൻ പോളിസി അനാലിസിസിലെ സീനിയർ ഫെലോ ജെസിക്ക ബെർലിൻ മുന്നറിയിപ്പ് നൽകുന്നത്. നമ്മൾ റഷ്യയേക്കാൾ സമ്പന്നരും ശക്തരുമാണ്, പക്ഷേ ഈ ശക്തി ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള നമ്മുടെ മനസ്സില്ലായ്മ റഷ്യയ്ക്കൊരു മുൻതൂക്കം നൽകുന്നു, ബെർലിൻ കൂട്ടിച്ചേർക്കുന്നു. നിരവധി യുക്രൈനിയക്കാർ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വത്വവും ഊട്ടിയുറപ്പിക്കാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം റഷ്യക്കാർ യുക്രൈനെ സ്വന്തം ദേശീയതയുടെ പൈതൃകമായിട്ടാണ് കാണുന്നത്. ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ, ക്രിമിയയെ ചൊല്ലിയുള്ള തർക്കം, യുക്രൈനിന്റെ യൂറോപ്യൻ യൂണിയൻ അനുകൂല നിലപാട്, നാറ്റോ വ്യാപനത്തെക്കുറിച്ചുള്ള റഷ്യയുടെ ആശങ്ക, സാമ്പത്തിക താൽപ്പര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണമായതിന്റെ പ്രധാന കാരണങ്ങൾ. യുക്രൈൻ ഒരു കാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിന്റെയും പിന്നീട് സോവിയറ്റ് യൂണിയന്റെയും ഭാഗമായിരുന്നു. യുക്രൈന്റെ ഭാഗമായ ക്രിമിയൻ ഉപദ്വീപിൽ ഭൂരിഭാഗവും റഷ്യൻ സംസാരിക്കുന്ന പൗരന്മാരാണ്. റഷ്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി 2014 റഷ്യ ക്രിമിയയെ പിടിച്ചെടുത്തിരുന്നു. കിഴക്കൻ യൂറോപ്പിലേക്കുള്ള നാറ്റോയുടെ വ്യാപനത്തെക്കുറിച്ച് റഷ്യ വളരെക്കാലമായി ജാഗ്രത പുലർത്തിയിരുന്നു. ഇത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറി. നാറ്റോയിൽ യുക്രൈന്റെ അംഗത്വം ഒരു പ്രധാന തർക്കവിഷയമായിരുന്നു. യുദ്ധം നീണ്ടുനിൽക്കുമ്പോൾ യുക്രൈന്റെ ഭാവി തുലാസിൽ തൂങ്ങിക്കിടക്കുകയാണ്. റഷ്യ ചർച്ചകൾ സംഘർഷത്തിന് അറുതി വരുത്തുമോ അതോ യുക്രൈന്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുമോ? ഇതിന് അന്തിമമായ ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ കാലത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ.